ആധുനിക കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും നാടകീയവും ആകാംക്ഷ നിറഞ്ഞതുമായിട്ടുള്ള ഒരു കഥയാണ് നമ്മുടെ ഗൗതം അദാനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള വലിയ ശക്തികൾ കിണഞ്ഞു ശ്രമിച്ചിട്ടും അദാനി എന്ന് പറയുന്ന വൻമരത്തെ വീഴ്ത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഫീനിക്സ് പക്ഷിയെ പോലെ അദാനി പറന്നുയരുന്നത് നിസ്സഹായതയോടെ അവർക്ക് കണ്ടു നിൽക്കേണ്ടി വരികയാണ്. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ അദാനിയായിട്ട് മാറിയിരിക്കുകയാണ്. എന്താണ് അദാനിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഡീപ് സ്റ്റേറ്റ് അദാനിയെ ടാർഗറ്റ് ചെയ്തത്? എങ്ങനെയാണ് അദാനി വീണ്ടും കുതിച്ചുയർന്നത്? അതായത് 2022 അവസാനത്തോടെ ഗൗതം അദാനി വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഘട്ടമാണ്. അതായത് ഇലോൺ മസ്ക് കഴിഞ്ഞാൽ അടുത്ത് ലോകത്ത് 1 ട്രില്യൺ ആസ്തിയുള്ള സമ്പന്നനായിട്ട് മാറാൻ സാധ്യത കൽപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദാനി. ഹരിത ഊർജം, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഡാറ്റാ സെന്ററുകൾ എന്നിവയിലേക്കുള്ള അദാനി ഗ്രൂപ്പിന്റെ വൻ മുന്നേറ്റം കമ്പനിയുടെ ഓഹരി വില കുതിച്ചുയരാൻ കാരണമായി. അദ്ദേഹത്തിന്റെ ആകെ സമ്പാദ്യം 120 മുതൽ 130 ബില്യൺ ഡോളർ വരെ എത്തിയിരുന്നു. ഇതോടെ ഇലോൺ മസ്കിനും ജെഫ് ബെസോസിനും തൊട്ടു പിന്നാലെ ലോകത്തെ ഏറ്റവും സമ്പന്നനായ 3ാമത്തെ വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. എന്നാൽ അദ്ദേഹത്തെ മറ്റാരൊക്കെയോ ടാർഗറ്റ് ചെയ്യാൻ അപ്പോഴേക്കും തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ വളർച്ച ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് ഗുണകരമായിട്ട് മാറുന്നു എന്നതായിരിക്കാം അവരുടെ കാരണം. നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്തെ സമ്പന്നരായിട്ടുള്ള ആളുകൾ പലപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് ഗുണകരമായി മാറാറുണ്ട്. ഉദാഹരണത്തിന്, ഇന്ത്യ ഗവൺമെന്റിന് നേരിട്ട് ഏറ്റെടുക്കാൻ കഴിയാത്ത പല അന്താരാഷ്ട്ര പദ്ധതികളും ഇത്തരം വലിയ കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റെടുപ്പിക്കാറുള്ളത്. റിലയൻസ് ഗ്രൂപ്പ്, ടാറ്റ ഗ്രൂപ്പ്, മഹീന്ദ്ര ഗ്രൂപ്പ്, അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പ്, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യമുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള കമ്പനികളെ പല രാജ്യങ്ങളിലെയും നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഇസ്രയേലിലെ ഒരു തുറമുഖം നടത്തുന്നത് അദാനി ഗ്രൂപ്പാണ്. ശ്രീലങ്കയിലുള്ള ഒരു പോർട്ടിലും അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യൻ കമ്പനികൾക്ക് ഗൾഫില്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയില്, യൂറോപ്പില്, അതോടൊപ്പം ആഫ്രിക്കയില് ഒക്കെ വൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. പല രാജ്യങ്ങളിലെയും വിമാനത്താവളങ്ങൾ, കൽക്കരി പാടങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ഏറ്റെടുക്കുന്നത് ഇന്ത്യൻ കമ്പനികളാണ്. ഗവൺമെന്റിന് പോയിട്ട് ഇതൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. മറിച്ച് ഇന്ത്യൻ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ നമുക്ക് താല്പര്യമുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിലൂടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. ഇത് അമേരിക്കയും ചൈനയും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. ഇന്ത്യയും അത് പലപ്പോഴും ചെയ്യാറുണ്ട്. നമ്മുടെ താല്പര്യങ്ങൾക്ക് അത് ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വമ്പൻ കമ്പനികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ടത് രാജ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ അദാനി എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനി, പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തുറമുഖ മേഖലയിൽ, ഹരിത ഊർജ്ജത്തില്, വിമാനത്താവളങ്ങൾ, ഡേറ്റാ സെന്ററുകൾ, അങ്ങനെ വിവിധ മേഖലകളിൽ ഓപ്പറേഷൻസിലും മാനുഫാക്ചറിംഗിലും ഒക്കെ ഒരു വമ്പൻ കമ്പനിയായിട്ട് വളർന്നപ്പോൾ ആരൊക്കെയോ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു. 2023 ജനുവരി 24 US ആസ്ഥാനമായിട്ടുള്ള ഒരു ഷോർട്ട് സെല്ലർ കമ്പനിയായിട്ടുള്ള ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് പറയുന്ന കമ്പനി അദാനി ഗ്രൂപ്പിനെതിരെ ഒരു വലിയ റിപ്പോർട്ട് പുറത്തുവിടുന്നു. ആ റിപ്പോർട്ടിൽ കമ്പനി പറഞ്ഞത്, ഓഹരി വിപണിയിൽ വൻതോതിൽ കൃത്രിമം കാണിക്കുകയും അക്കൗണ്ടുകളിൽ അദാനി ഗ്രൂപ്പ് തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നാണ്. ഓഹരി വില കൃത്രിമമായി ഉയർത്താൻ മൗറീഷ്യസ് പോലുള്ള രാജ്യങ്ങളിലെ വ്യാജ ഷെൽ കമ്പനികളെ ഉപയോഗിച്ചുവെന്നും താങ്ങാനാകാത്ത വിധം വൻതോതിൽ കടബാധ്യതകൾ വരുത്തിവെച്ചു എന്നുമായിരുന്നു ആരോപണം. ഈ ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് പൂർണ്ണമായും നിഷേധിച്ചു. ഇത് ഇന്ത്യക്കെതിരെ നടന്ന ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിട്ട് പിന്നീട് എല്ലാവരും തിരിച്ചറിഞ്ഞുവെങ്കിലും ആ ഘട്ടത്തിൽ അദാനി ഗ്രൂപ്പിന് വലിയ തകർച്ചയിലേക്ക് അത് നയിച്ചു. 1 മാസത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിൽ 150 ബില്യൺ ഡോളറിന്റെ ഇടിവുണ്ടായി. ഗൗതം അദാനിയുടെ വ്യക്തിഗത സമ്പാദ്യം 120 ബില്യൺ ഡോളറിൽ നിന്ന് 46 ബില്യൺ ഡോളറായി കുത്തനെ ഇടിഞ്ഞു. ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ ആദ്യ 20 പേരുടെ പട്ടികയിൽ നിന്ന് പോലും അദ്ദേഹം പുറത്തായി. ഓർക്കുക, 3ാം സ്ഥാനത്ത് നിന്ന മനുഷ്യനാണ്. സോ ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രിത നീക്കം ഉണ്ടായിരുന്നു. അദാനി ഗ്രൂപ്പിനെ തകർക്കാൻ പലരും മനഃപൂർവ്വം തന്നെ കളിച്ചു. ഡീപ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? ഹിൻഡൻബർഗ് എന്ന് പറയുന്ന കമ്പനിക്കും അതിന്റെ സ്ഥാപനത്തിനും ജോർജ് സോറസ് അടക്കമുള്ള ഇന്ത്യ വിരുദ്ധരുമായിട്ട് ബന്ധമുണ്ട് എന്ന് പിൽക്കാലങ്ങളിൽ തെളിഞ്ഞതാണ്. എന്നാൽ അവിടം കൊണ്ടും അവസാനിച്ചില്ല. ഈ ഒരു പ്രതിസന്ധിയെ അദാനി ഗ്രൂപ്പ് പതിയെ ഇതിനെ നേരിടാൻ തുടങ്ങുന്നു. 2024 അവസാനത്തോടെ അദാനി ഗ്രൂപ്പ് പതുക്കെ കരകയറി വരുന്നതിനിടയിൽ 2ാമത്തെ ഒരു പ്രതിസന്ധി കൂടി ഉണ്ടാക്കി. ഇന്ത്യയിൽ സോളാർ ഊർജ്ജ കരാറുകൾ നേരിടുന്നതിനായിട്ട് $200 മില്യൺ കൈക്കൂലി നൽകി എന്നും പറഞ്ഞുകൊണ്ട് US ഒരു പ്രശ്നം വരികയാണ്. അദാനി ഗ്രൂപ്പ് US നിക്ഷേപകരിൽ നിന്ന് ഈ കാര്യം മറച്ചുവെച്ചു എന്ന് ആരോപിച്ച് US നീതിന്യായ വകുപ്പ് അദാനിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയാണ്.
ഇതോടെ അദാനിയുടെ സമ്പാദ്യത്തിൽ വീണ്ടും $12 ബില്യൺ ഇടിവുണ്ടായി. കമ്പനിയുടെ വിശ്വാസ്യത വീണ്ടും ആഗോളതലത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് സംഭവങ്ങളും US-ലാണ് അരങ്ങേറുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കളി എവിടെയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലാവും ആരായിരിക്കും ഇതിന്റെ പുറകിൽ എന്നുള്ളത്. ഹിൻഡൻബർഗ് US ആസ്ഥാനമായ സ്ഥാപനമാണ്. രണ്ടാമത് ഈ $250 മില്യൺ കൈക്കൂലി കൊടുത്തു എന്ന ആക്ഷേപം ഉണ്ടായതും കേസ് ഉണ്ടായതും US-ലാണ്. അദാനി ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ ആത്യന്തികമായിട്ട് ലക്ഷ്യം ഇന്ത്യയാണ്. അദാനിയും ടാറ്റയും അല്ലെങ്കിൽ മഹീന്ദ്രയും അല്ലെങ്കിൽ റിലയൻസും എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ മുൻനിര കമ്പനികളാണ്. ഈ കമ്പനികൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നതിലൂടെ എന്തുമാത്രം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, എന്തുമാത്രം കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നു, എത്രമാത്രം നികുതിയാണ് ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിലേക്ക് അടയ്ക്കുന്നത്. അതിലുപരിയായിട്ട് ഇവർ കാരണം ഉണ്ടാവുന്ന ഒരു എക്കോ സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ നമുക്ക് എത്രമാത്രം ആവശ്യമുള്ളതാണെന്ന് അറിയാമോ? അതിനപ്പുറമാണ് ഈ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് ഇത്തരം കമ്പനികളുടെ ഇടപെടലുകൾ വളരെ ആവശ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ. അപ്പോൾ ഇത്തരം കമ്പനികളുടെ വിശ്വാസ്യത തകർക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിശ്വാസ്യത തകർക്കുക എന്നത് കൂടിയാണ് അർത്ഥമാക്കുന്നത്. രണ്ട് വലിയ തിരിച്ചടി നേരിട്ട അദാനി ഗ്രൂപ്പ് എങ്ങനെയാണ് പിന്നീട് ഏഷ്യയിലെ അതിസമ്പന്നരായിട്ട് മാറിയത്? അതായത് തകർച്ചയിൽ നിന്ന് അദ്ദേഹം വീണ്ടും എങ്ങനെ ഒന്നാമതെത്തിയത് എന്നത് കോർപ്പറേറ്റ് ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന നീക്കങ്ങളിലൂടെയാണ് എന്നതാണ് സത്യം. ആരോപണങ്ങൾ വന്നയുടൻ അദാനി ഗ്രൂപ്പ് പുതിയ വിപുലീകരണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. വൻതോതിലുള്ള ലോണുകൾ മുൻകൂട്ടി അടച്ചു തീർക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. തങ്ങളുടെ പക്കൽ ആവശ്യത്തിന് പണമുണ്ട് എന്ന് ആഗോള ബാങ്കുകളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വില ഏറ്റവും താഴ്ന്നു വന്ന സമയത്ത് GQG പാർട്ട്നേഴ്സ് പോലുള്ള വൻകിട ആഗോള നിക്ഷേപകർ അദാനി കമ്പനികളിൽ വലിയ നിക്ഷേപം നടത്തി. അദാനിയുടെ തുറമുഖങ്ങളും പവർ ഗ്രിഡുകളും തകരാത്ത ശക്തമായ ആസ്തികളാണ് എന്ന സന്ദേശം ഇത് വിപണിയിലുണ്ടാക്കി. ഹിൻഡൻബർഗ് ആരോപണങ്ങളിൽ തെളിവില്ല എന്ന് ഇന്ത്യൻ റെഗുലേറ്ററി ബോഡികളും വ്യക്തമാക്കി. ഏറ്റവും നിർണായകമായിട്ട് US നീതിന്യായ വകുപ്പ് അദാനി ഗ്രൂപ്പിനെതിരെയുള്ള വഞ്ചനാ കുറ്റങ്ങൾ അടുത്തിടെ തള്ളിക്കളയുകയും ചെയ്തു. നിയമപരമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞതോടെ നിക്ഷേപകർ വീണ്ടും അദാനി ഓഹരികളിലേക്ക് തിരിച്ചെത്തി. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും AI വിപ്ലവത്തിന് ആവശ്യമായ ഡാറ്റാ സെന്ററുകൾക്കും അദാനി ഗ്രൂപ്പിന്റെ ഊർജ തുറമുഖ ശൃംഖലകൾ അനിവാര്യമായതിനാൽ അദാനി ഗ്രീൻ എനർജി, അദാനി പവർ എന്നീ കമ്പനികളുടെ ഓഹരികൾ വൻതോതിൽ കുതിച്ചുയർന്നു. ഇന്ന് അദാനിയുടെ ആസ്തി ഏകദേശം 90 ബില്യൺ ആണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ചില റിപ്പോർട്ടുകളിൽ 100 ബില്യന് മുകളിൽ എത്തി എന്നും പറയപ്പെടുന്നു. എന്തായാലും 90 ബില്യൺ ആണ് എന്ന് ഫോബ്സ് അടക്കമുള്ള ഇത്തരം പട്ടികകൾ പുറത്തുവിടുന്ന കമ്പനികളെല്ലാം തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. സോ $90 ബില്യൺ ആസ്തിയുള്ള അദാനി ഇന്ന് ഏഷ്യയിലെ റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് പൂർണ്ണമായി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം $130 ബില്യൺ ആസ്തി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷെ ഇതൊരു പോസിറ്റീവ് സിഗ്നലാണ്. അദാനി ഗ്രൂപ്പില് അവരുടെ വിശ്വാസം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. വിദേശ ശക്തികളുടെ വലിയ ചതിയിൽ നിന്ന് തൽക്കാലം അദാനി ഗ്രൂപ്പ് തിരിച്ചുവരവിന്റെ പാതയിലാണ്. അദാനിക്കൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പട്ടികയിൽ വളരെ മുന്നിലാണ്. ഇലോൺ മസ്കിന്റെ ആസ്തി $788 ബില്യൺ ആണ്. ലാറി പേജിന്റെ ആസ്തി 300 ബില്യൺ ആണ്. ജെഫ് ബെസോസിന്റെ ആസ്തി 255 ബില്യൺ ആണ്. പക്ഷേ ഇതെല്ലാം മാറി മറിയാൻ അധിക സമയം വേണ്ടി വരില്ല. അദാനി ഗ്രൂപ്പ് ശ്രമിക്കുകയാണെങ്കിൽ ആ പഴയ പ്രതാപത്തിനെയും മറികടന്നുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ അവർക്ക് തിരിച്ചു വരാൻ കഴിയും. നമ്മുടെ നാട്ടിലെ പലർക്കും ഈ സമ്പന്നരോട്, ബിസിനസ്സുകാരോട് എന്തോ വലിയ എതിർപ്പാണ്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനയും അമേരിക്കയും ഒക്കെ ഇന്നത്തെ സാമ്പത്തിക ശക്തികളാക്കി മാറ്റിയത് ആ നാട്ടിലെ സമ്പന്നരാണ്. എല്ലാവർക്കും അദാനിയും അംബാനിയും അല്ലെങ്കിൽ ടാറ്റയും ഒന്നും ആകാൻ പറ്റില്ല. അതിന് അസാമാന്യമായ ബുദ്ധി ആവശ്യമാണ്, കഴിവ് വേണം. എങ്കിൽ മാത്രമേ സമ്പന്നരാവാൻ കഴിയൂ. ഇപ്പൊ ക്രിക്കറ്റിന്റെ ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ ആവുന്ന പോലെ എല്ലാവർക്കും സച്ചിനെ പോലെ ആകാൻ പറ്റില്ല, അല്ലേ? അതുപോലെ ഫുട്ബോൾ ഇതിഹാസങ്ങളെ പോലെ ആകാൻ എല്ലാവർക്കും പറ്റില്ല. തത്വത്തിൽ എല്ലാവരും ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റില്ല. ബിസിനസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും അംബാനിയും അദാനിയും ആകാൻ പറ്റില്ല. കേരളത്തിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും യൂസഫ് അലി ആകാൻ പറ്റില്ല. അതിന് കഴിവ് വേണം. തീർച്ചയായിട്ടും കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. അപ്പൊ സമ്പന്നരായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ, വലിയ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതിനെ ചുറ്റിപ്പറ്റി ധാരാളം മനുഷ്യർക്ക് ഉപജീവനം നടത്താൻ കഴിയുകയും അവരുടെ കുടുംബം നോക്കാൻ പറ്റുകയും ചെയ്യും. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ GDP ഗ്രോത്തിന് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അതിലുപരിയായിട്ട് രാജ്യത്തിന്റെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്കും അത് വളരെ പ്രധാനമാണ്. വലിയൊരു കമ്പനി ബൈജൂസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉയർന്നു വന്നിട്ട് തകർന്നു പോയത് നമ്മുടെ കൺമുന്നിലാണ്. അപ്പൊ എല്ലാവർക്കും സമ്പന്നനാകാനും അത് നിലനിർത്താനും പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അദാനിയുടെ തിരിച്ചുവരവ് തീർച്ചയായിട്ടും ഇന്ത്യയിലെ വളർന്നു വരുന്ന സംരംഭകർക്കും സമ്പന്നരായിട്ടുള്ളവർക്കും ബിസിനസ് ചെയ്യാൻ ആലോചിക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും ഒക്കെ പ്രചോദനമാണ്.
വലിയൊരു വീഴ്ചയിൽ നിന്നാണ് ഫീനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹത്തിന്റെ സ്ഥാപനം വീണ്ടും ഉയർന്നു വന്നത്. ഇന്നിപ്പോൾ ഏഷ്യയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള മനുഷ്യനായിട്ട് അദ്ദേഹം എത്തി നിൽക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.